അവരുകളെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കുവാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. Now, let us welcome our Chief Minister Sri Pinarayi Vijayan, a leader of humility, clarity and courage, who is a good friend of our SBRT2 and who acted as a shining and burning light for our church in the dark times of the church. Now let us welcome our Chief Minister Sri Pinarayi Vijayan for the inaugurals. കേരളം ധൈര്യമായ ഒരു നിമിഷമാണ്. ആദരണീയനായ സുപ്രീം ഹെഡ് ഓഫ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് പോരാടുന്നു കേരളത്തിൽ നമ്മളെ എല്ലാ രീതിയിലും ധന്യമാക്കുന്നു. ഈ വേദിയിൽ ഒട്ടേറെ വൈദിക ശ്രേഷ്ഠരിൽ ആദരണീയനായ അടക്കം ഒട്ടേറെ വൈദിക ശ്രേഷ്ഠരുണ്ട്. മറ്റ് പ്രധാനികളും ശ്രേഷ്ഠ കത്തോലിക്ക അഭിവന്ധ്യ ബസോലിയസ് തോമസ് കുറുവൻ ബാവ ഏതാനും ഇവിടെ എത്തിച്ചേർന്ന പറഞ്ഞിട്ട് ആ പ്രതീക്ഷയിൽ നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കാം. ബാവയുടെ മഹാപൗരോഹിത്യ പൂർണ്ണജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്നത് അങ്ങേയറ്റം സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അനുഗ്രഹീതമാണ് ഈ സമ്മേളനം. പാഞ്ചാലി സ്വാമിയെ കേരളത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം സമൂഹത്തിനും നാടിനാകെയും ഒരുപോലെ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രേഷ്ഠ കാത്തോലിക്ക മേൽപ്പെട്ട സ്ഥാനത്തെത്തിയിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അഭിമന്യ ഭാവത്തിനുവേണ്ടി 95 വയസ്സ് പൂർത്തിയാക്കി. ഒരുപക്ഷെ ഈ രീതിയിൽ ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവ മേൽപ്പട്ടക്കാരിൽ പ്രായം കൊണ്ടും ശുശ്രൂഷ കാലയളവ് കൊണ്ടും ഏറ്റവും തലമുതിർന്ന പിതാവായിരിക്കും ഇങ്ങനെയൊരു ശ്രേഷ്ഠ ആചാര്യൻ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് ഈ നാടിൻ്റെ ഒരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സുഗന്ധ ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആകെ ആഘോഷമാണ്. ബാബാ തിരുമേനിയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത ഏത് പ്രതിസന്ധിയും എത്ര വലിയ പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യവും സമർപ്പണവുമാണ്. ഒന്നിൻ്റെയും മുന്നിൽ അദ്ദേഹം പതറുകയും എന്തിനേയും ധീരതയോടെ അദ്ദേഹം നേരിടുന്നു. കാറ്റിൻ്റെയും കുമളിൻ്റെയും ഇടയിൽ പടൽ മറിയുമെന്ന് ഭയന്ന് ശിഷ്യന്മാർ ഭയന്നാലും അദ്ദേഹം അമരത്തിൽ ശാന്തനായി ഉണ്ടാകും. മറ്റൊരു സവിശേഷത അർത്ഥപ്പെട്ടത് തിരഞ്ഞെടുക്കാനായി ഏതറ്റം വരെയും പോകാനുള്ള അദ്ദേഹം
നിലപാടുകളിൽ അചഞ്ചലനാണ്. ഈ രണ്ട് പ്രത്യേകതകളും ബസേലിയോസ് എന്ന ഗ്രീക്ക് നാമത്തിന്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമായി അഭിവൃദ്ധി ബാബാ തിരുമേനിയെ മാറ്റുന്നു. അതേസമയം തന്നെ കേരളത്തിന്റെ സവിശേഷത ഉൾക്കൊള്ളുന്ന യഥാർത്ഥ പുത്രനാണ് അഭിവൃദ്ധിയ ശ്രേഷ്ഠ. എന്തുകൊണ്ട്? ഒരു വശത്ത് ചരിത്രപരമായ പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. മറുവശത്ത് നമുക്ക് അർത്ഥപ്പെട്ടത് നേടിയെടുക്കാനായുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേരളം. ആ നിലയ്ക്ക് അഭിവൃദ്ധി ബാബാ തിരുമേനിയുടെ ജീവിതവും കേരളത്തിന് മുന്നോട്ട് പോകുന്നതിൽ പല സമാനതകളും. ഇതിനോടൊപ്പം കൂടിയാണ് ഈ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആഘോഷമാണെന്ന് നേരത്തെ പറഞ്ഞു. 22 വർഷത്തോളമായി യാക്കോബായ ക്രിസ്ത്യാനി സഭയുടെ തലവനാണ് ശ്രേഷ്ഠ ബാബ. ആ നിലയ്ക്ക് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾക്ക് സാന്നിധ്യം വഹിക്കുന്നതിൽ ഇത് ഏറ്റവും അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ബാബാ തിരുമേനി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രൈസ്തവർക്കാകെ മാർഗദർശനം നൽകാനുള്ള സവിശേഷമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഈ ഘട്ടത്തിലുണ്ട്. കാരണം ആട്ടിൻതോട്ടത്തിലെ ജനനായകൾ കേരള സമൂഹത്തിൻ്റെ ആകെ ശാന്തിയെയും സമാധാനത്തെയും ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്ന കാലമാണ്. അവയെ ഒറ്റക്കെട്ടായി നിർത്താനും അതിജീവിക്കാനും നമുക്ക് കഴിയും. കാരണം സമാധാനവും ശാന്തിയും കൂടി അന്തരീക്ഷത്തിൽ മാത്രമേ നാടിന് വേണ്ട വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വിളകരമായ കേരളത്തിലെ ജനത സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് സഹായകമാകുന്ന വിധത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലാകെ സമാധാനം പുലരുന്നതിന് ഉറപ്പുവരുത്താനുള്ള വലിയ ഉത്തരവാദിത്വവും അഭിവൃദ്ധിയ ശ്രേഷ്ഠ ഭാഗത്തുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ്. യേശുവിനെ സമാധാനത്തിന്റെ രാജകുമാരനായാണ് ക്രൈസ്തവർ കാണുന്നത്. യേശുവിന്റെ ശിഷ്യനായ അഭിവൃദ്ധി ശ്രേഷ്ഠ ബാബാക്ക് ഈ സമാധാനം തന്റെ വിശ്വാസ സമൂഹമായി പങ്കുവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതാകട്ടെ സഭയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, സാമൂഹ്യ മേഖലയിലാവട്ടെ, സംവാദത്തിന്റെ മേഖലയിലാവട്ടെ, സഭാംഗങ്ങളുടെ പരിപാലന ശുശ്രൂഷയുടെ മേഖലയിലാവട്ടെ, സമഗ്രമായ ഇടപെടലുകളാണ് കാലം ആവശ്യപ്പെടുന്നത്. സമാനമായ രീതിയിൽ സമൂഹത്തിലാകെ വിഭിന്ന മേഖലകളിൽ സമഗ്രമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാരിനും ഈ ഘട്ടത്തിൽ നടത്താനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ സഭയും തമ്മിൽ മികച്ച സഹകരണത്തിന് ഇടയാക്കും എന്നാണ് കരുതുന്നത്. ആ നിലക്കുള്ള മുൻകൈകളിൽ സാധ്യമായ എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഉറപ്പുതരാൻ വിശുദ്ധ തത്വത്തിന്റെ സിംഹാസനവുമായുള്ള ബന്ധം ദൃഢമായി കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ യേശു ശിഷ്യനായ തോമാസ് ശ്ലീഹായുടെ പിതാവിൽ എന്ന പാരമ്പര്യം മുറുകെപ്പിടിക്കുന്നു. യാക്കോബായ ക്രിസ്ത്യാനി സഭ ആ നിലയ്ക്ക് ആഗോള ക്രൈസ്തവ സഭകളിൽ തന്നെ വളരെ സവിശേഷമായ വ്യക്തിത്വമുള്ള ഒരു ക്രിസ്ത്യാനി. അത്തരമൊരു സഭ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നത് ഈ നാടിന്റെ ചരിത്രപരമായ സവിശേഷതയാണ്. വിവിധ പ്രദേശങ്ങളിലുള്ളവരെയും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെയും വിവിധ വിശ്വാസങ്ങൾ പിന്തുടരുന്നവരെയും എല്ലാം ഒന്നായി കാണുന്ന കേരളത്തിലെ മഹത്തായ പാരമ്പര്യത്തിന്റെയും
പൈതൃകത്തിന്റെയും ദൃഷ്ടാന്തമാണ് ഇവിടെ ഇങ്ങനെ ഒരു സഭ നിലകൊള്ളുന്നു എന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും രാജ്യത്തിൽ പുറത്തു നോക്കിയായി അതിവിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന സഭയാണ് ഇന്ന് യാക്കോബായ സുറിയാനി സഭ. അത്തരത്തിലുള്ള സഭയുടെ തലവനായ ലോകത്താകെയുള്ള വിശ്വാസികളുടെ വലിയ ഇടയനാണ് അഭിവന്ദ്യ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ. വലിയൊരു വിശ്വാസ സമൂഹത്തെ ആരോഗ്യമായി നയിക്കാൻ, സഭയുടെ മാത്രമല്ല സമൂഹത്തിന്റെ ആകെ പുരോഗതിക്ക് വഴിവെക്കാൻ അഭിവന്ദ്യ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിന് തുടർന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ആദരണീയനായ തിരുമേനി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹവും അതിനൊരു പ്രതികരണം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പായും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു സഹായത്തിന് നിരക്കുള്ള നിങ്ങളുടെ അസ്തിത്വം അതേ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇനിയും ഒട്ടേറെ നടപടികൾ വേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം നാം കാണേണ്ടത്, കേരളം പൊതുവെ തന്നെ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. എല്ലാവരുടെയും പിന്തുണയോടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാത്രിയാർക്കീസ് ബാവയുടെ സാന്നിധ്യത്തെ ഒരിക്കൽ കൂടി അനുസരിക്കുന്നു. മഹാപൗരോഹിത്യ സുവർണ്ണജൂബിലിയുടെ നിറവിലായിരിക്കുന്ന തോമസ് ബാബ തിരുമേനിക്കും യാക്കോബായ സുറിയാനി സഭയ്ക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ മഹാസദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ആ ഉദ്ഘാടനം നിങ്ങൾക്കെല്ലാം അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. Now is the time for lighting the lamp. മലങ്കര സഭയുടെ ആന്തരിക ശക്തി വിശ്വാസ സംരക്ഷണ യാക്കോബ്